ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിരുന്നു. അത് അവർക്ക് നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞു. അതിന് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ തീരുമാനിച്ചത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വപ്നങ്ങളുണ്ട്. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് നല്ലൊരു ജോലി കിട്ടണം, അല്ലെങ്കിൽ സ്വന്തമായിട്ട് വീട് വയ്ക്കണം. നിങ്ങൾ അതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നു, ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുന്നു, കോഴ്സുകൾ അറ്റൻഡ് ചെയ്യുന്നു, രാവും പകലും വർക്ക് ചെയ്യുന്നു. പക്ഷേ ഒരുപാട് ശ്രമിച്ചിട്ടും ഒന്നും നടക്കുന്നില്ല. നിങ്ങളുടെ ഫ്രസ്ട്രേഷൻ്റെ ലെവൽ കൂടിക്കൂടി വരുന്നു. ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും എനിക്ക് മാത്രം എന്താണ് ഒരു മാറ്റവും ഇല്ലാത്തതെന്ന് നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങും. ഈ അവസ്ഥയിലൂടെ കടന്നു പോകാത്തവർ വളരെ ചുരുക്കമാണ്. കാരണം നമ്മൾ ചെറുപ്പം മുതലേ കേട്ട് വളർന്നത് എന്താ? ഹാർഡ് വർക്കാണ് സക്സസിൻ്റെ കീ എന്നാണല്ലേ. അത് ശരിയാണ്, പക്ഷെ പൂർണ്ണമായിട്ടും സത്യമല്ല. ഹാർഡ് വർക്കിനൊപ്പം ഒരു രഹസ്യം കൂടിയുണ്ട്. ആ രഹസ്യമാണ് ഇമാജിനേഷൻ. നമ്മൾ കാണുന്ന സ്വപ്നങ്ങളെ, മനസ്സിലെ ചിന്തകളെ അത് സത്യമാകുമെന്ന് നമ്മളെ കൊണ്ട് വിശ്വസിപ്പിക്കാൻ പഠിപ്പിക്കുന്ന ഒരു ശക്തി. നമ്മൾ അറിയാതെ തന്നെ നമ്മൾ ഈ ശക്തി ഉപയോഗിക്കുന്നുണ്ട്, പക്ഷേ പലപ്പോഴും തെറ്റായ രീതിയിലാണെന്ന് മാത്രം. ഈ വിഷയത്തിൽ പ്രശസ്തനായ എഴുത്തുകാരൻ നെവിൽ ഗോഡാർഡിൻ്റെ ഒരു വാചകം നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നെവിൽ ഗോഡാർഡ് പറഞ്ഞത് ഇതാണ്: എൻ്റെ യുക്തിപരമായ എല്ലാ പദ്ധതികളും പ്രവൃത്തികളും എൻ്റെ തുടർച്ചയായ ഭാവനയുടെ അഭാവത്തിന് പകരമാവില്ല എന്ന്. ഒന്നുകൂടി പറയാം: എൻ്റെ യുക്തിപരമായ എല്ലാ പദ്ധതികളും പ്രവൃത്തികളും എൻ്റെ തുടർച്ചയായ ഭാവനയുടെ അഭാവത്തിന് പകരമാവില്ല. നിങ്ങൾക്കറിയാവോ, നമ്മളെല്ലാവരും ചെറുപ്പം മുതൽ പഠിച്ചിട്ടുള്ളത് എന്താണ്? വിജയിക്കണമെങ്കിൽ നല്ല രീതിയിൽ പ്ലാൻ ചെയ്യണം, കഠിനാധ്വാനം ചെയ്യണം, കഷ്ടപ്പെടണം. അങ്ങനെയല്ലേ നമ്മൾ കേട്ടിട്ടുള്ളത്? എന്നാൽ നെവിൽ ഗോഡാർഡ് പറയുന്നത് ഇതല്ല. അദ്ദേഹം പറയുന്നത് എത്ര കഷ്ടപ്പെട്ട് നമ്മൾ പ്ലാൻ ചെയ്താലും, എത്ര കഠിനമായി പ്രയത്നിച്ചാലും അത് നമ്മുടെ ഭാവനയ്ക്ക്, അതായത് നമ്മുടെ ഇമാജിനേഷന് പകരമാവില്ല എന്നാണ്. ഇത് കേൾക്കുമ്പോൾ വിചിത്രമായിട്ട് തോന്നാല്ലേ? കാരണം നമ്മൾ സാധാരണ ചിന്തിക്കുന്നതിന് വിരുദ്ധമായിട്ടുള്ള ഒരു ആശയമാണിത്. എന്തുകൊണ്ടാണ് നെവിൽ ഗോഡാർഡ് ഇങ്ങനെ പറഞ്ഞതെന്ന് നോക്കാം. അദ്ദേഹം വിശ്വസിക്കുന്നത് നമ്മുടെ ഇമാജിനേഷനാണ് നമ്മുടെ യാഥാർത്ഥ്യത്തെ സൃഷ്ടിക്കുന്നതെന്നാണ്. ഇത് കേട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അയ്യോ, ഇനി ഒന്നും ചെയ്യണ്ട, വെറുതെ ഇരുന്നാൽ മതിയല്ലോ എന്ന് കരുതരുത്. അങ്ങനെയൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ നടന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഒന്ന് ആലോചിച്ച് നോക്കൂ. ഏറ്റവും ചെറിയ കാര്യങ്ങൾ പോലും അത് സംഭവിക്കുന്നതിന് മുൻപ് എവിടെയാണ് തുടങ്ങിയത്? നമ്മുടെ ഇമാജിനേഷൻ അല്ലേ. ഉദാഹരണത്തിന്, രാവിലെ എഴുന്നേറ്റ് ഇന്ന് എന്ത് ഡ്രസ്സ് ഇടണമെന്ന് നിങ്ങൾ തീരുമാനിക്കുന്നു. ആ ഡ്രസ്സ് എടുത്തിടുന്നതിന് മുൻപ് നിങ്ങളത് നിങ്ങളുടെ മനസ്സിൽ കണ്ടിട്ടുണ്ടാവും, ഭാവനയിൽ വിചാരിച്ചിട്ടുണ്ടാവും. അതുപോലെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ നിങ്ങൾക്ക് തോന്നുന്നു. അടുക്കളയിലേക്ക് പോകുന്നതിന് മുൻപ് ആ വെള്ളം കുടിക്കുന്നത് നിങ്ങൾ ഭാവനയിൽ ചെയ്തിട്ടുണ്ടാവും. സൂപ്പർ മാർക്കറ്റിൽ പോയി സാധനങ്ങൾ വാങ്ങണമെന്ന് നിങ്ങൾ തീരുമാനിക്കുന്നു. നിങ്ങൾ ഇറങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാവും അല്ലേ. ഇത് മനസ്സിലാക്കാൻ എളുപ്പമാണല്ലേ. ഇനി ഈ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിലെ വലിയ സ്വപ്നങ്ങളിലേക്കൊന്ന് കൊണ്ടുവന്ന് നോക്കൂ. ഒരു പുതിയ വീട്, അല്ലെങ്കിൽ കാറ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി, അല്ലെങ്കിൽ നല്ല ആരോഗ്യം, അല്ലെങ്കിൽ നല്ലൊരു ബന്ധം. ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം നിങ്ങൾ ഇപ്പോൾ എങ്ങനെയാണോ ഭാവന ചെയ്യുന്നത്, അതുപോലെ ആയിരിക്കും അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്. ചിലപ്പോൾ നിങ്ങൾ പറയും, ഞാനെല്ലാം ഇമാജിൻ ചെയ്തു, അല്ലെങ്കിൽ വിഷ്വലൈസ് ചെയ്തു, പക്ഷെ ഒന്നും സംഭവിച്ചില്ലല്ലോ എന്ന്. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം. നെവിൽ ഗോഡാർഡ് ഈ ഭാവന എന്ന് പറയുമ്പോൾ, അതായത് ഇമാജിനേഷൻ എന്ന് പറയുമ്പോൾ, വെറുതെ മനസ്സിൽ ഒരു ചിത്രം കാണുന്നതിനെ കുറിച്ചല്ല പറയുന്നത്. അദ്ദേഹം പറയുന്നത് അത് പൂർണ്ണമായിട്ടും അനുഭവിക്കുന്നതിനെ കുറിച്ചാണ്. ആ തോന്നൽ നമുക്കുണ്ടാവണം. ഒരു ചിത്രം കാണുമ്പോൾ നമുക്കത് സത്യമാണെന്ന് ചിലപ്പോൾ തോന്നില്ല. എന്നാൽ അത് ആത്മാർത്ഥമായിട്ട് അനുഭവിച്ചറിയുമ്പോൾ അത് നമ്മുടെ യാഥാർത്ഥ്യമായിട്ട് മാറാൻ തുടങ്ങും. ചിലപ്പോൾ നിങ്ങൾ പറയും, ഞാനതൊക്കെ അനുഭവിച്ചറിഞ്ഞു, എന്നിട്ടും ഒന്നും സംഭവിച്ചില്ലല്ലോ എന്ന്. ഇവിടെയാണ് പലർക്കും തെറ്റുപറ്റുന്നത്. പലരും ഇവിടെ വെച്ച് കുഴപ്പത്തിലാകും. അവർക്ക് വേണ്ട ജീവിതം അവർ ഇമാജിൻ ചെയ്യും, കുറച്ച് നിമിഷത്തേക്ക് അത് അനുഭവിക്കുകയും ചെയ്യും, പക്ഷേ അത് തുടർച്ചയായിട്ട് ചെയ്യുന്നില്ല. ഉദാഹരണത്തിന്, സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാൾ, അദ്ദേഹം പണക്കാരനാവുന്നത് ഇമാജിൻ ചെയ്യും, കുറച്ച് മിനിറ്റത്തേക്ക് അത് അനുഭവിക്കുകയും ചെയ്യും. എന്നാൽ
ദിവസത്തിൻ്റെ ബാക്കി സമയങ്ങളിൽ അദ്ദേഹം ദാരിദ്ര്യം, ബുദ്ധിമുട്ട് എന്നിവയാണ് മനസ്സിൽ ഭാവന ചെയ്യുന്നത്. അതായത് ശരിയായതിനേക്കാൾ കൂടുതൽ സമയം തെറ്റായ കാര്യങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം ഇമാജിൻ ചെയ്യുന്നത്. അതുകൊണ്ട് നെവിൽ ഗോഡാർഡ് ഒരിക്കൽ മാത്രം ഇമാജിനേഷൻ ചെയ്താൽ മതി എന്ന് പറയുന്നില്ല. ചിലർക്ക് ഒരു തവണ ചെയ്താൽ തന്നെ ആ ഒരു ഫീലിംഗ് സ്വാഭാവികമായിട്ട് ഉണ്ടാവാറുണ്ട്. എന്നാൽ ഭൂരിപക്ഷം ആളുകൾക്കും അതിന് കഴിയാറില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നത്, നിങ്ങൾക്ക് ആ തോന്നൽ സ്വാഭാവികമായിട്ട് ലഭിക്കുന്നത് വരെ നിങ്ങൾ തുടർച്ചയായിട്ട് ഇമാജിനേഷൻ ചെയ്യണമെന്നാണ്. അപ്പോൾ ഇവിടെ കർമ്മങ്ങൾക്ക് സ്ഥാനമുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തികൾ അത്യാവശ്യമാണോ എന്നുകൂടി പറയാം. തീർച്ചയായും. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, ശരിയായ ഇമാജിനേഷൻ ഇല്ലാതെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ വെറും അധ്വാനം മാത്രമാണ്. ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടും നിങ്ങൾക്ക് ഫലം ലഭിക്കാത്തതിൻ്റെ കാരണം ഇതാണ് കേട്ടോ. കാരണം നിങ്ങളുടെ പ്രവൃത്തികൾക്ക് ഒരിക്കലും നിങ്ങളുടെ നെഗറ്റീവ് ചിന്താഗതിയെ മറികടക്കാൻ കഴിയില്ല. പണത്തിൻ്റെ ഉദാഹരണം തന്നെ ഞാൻ വീണ്ടും പറയാമേ. നിങ്ങൾക്ക് കൂടുതൽ പണം വേണം, അതിനായി നിങ്ങൾ കൂടുതൽ ജോലി ചെയ്യും, പുതിയ ബിസിനസ് തുടങ്ങും. അതുമാത്രമല്ല, ഈ സാമ്പത്തികമായിട്ടുള്ള കുറേ ബുക്കുകളൊക്കെ വായിക്കും. പക്ഷേ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ എപ്പോഴും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാളാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ആ തോന്നലാണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ, എത്ര പ്രയത്നിച്ചിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, ഈ ഇമാജിനേഷൻ എന്നാൽ വെറും ചിന്തയല്ല, അതൊരു ഫീലിംഗ് ആണ്. ഇനി ഈ ഇമാജിനേഷൻ എങ്ങനെ ശരിയായ രീതിയിൽ ചെയ്യാമെന്ന് നോക്കാം. പലരും പറയും, ഞാൻ വിഷ്വലൈസ് ചെയ്യാറുണ്ട്, പക്ഷെ ഒന്നും സംഭവിക്കുന്നില്ല. കാരണം എന്താണെന്നറിയോ? വെറുതെ ഒരു ചിത്രം മനസ്സിൽ കാണുന്നത് വിഷ്വലൈസേഷൻ മാത്രമാണ്. ഇമാജിനേഷൻ അതിനേക്കാളും ഒരു പടി മുകളിലാണ്. ഇമാജിനേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണ്ട കാര്യം ലഭിച്ചതായിട്ട് ഫീൽ ചെയ്യണം. ആ ഒരു സന്തോഷം, ആ ഒരു സമാധാനം, ആ ഒരു റിലീഫ്, അതെല്ലാം നിങ്ങൾ ഇപ്പോൾ തന്നെ അനുഭവിക്കണം. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് ഒരു പുതിയ വീട് വേണമെന്ന് കരുതുക. നിങ്ങൾ കണ്ണടച്ച് ആ വീട് ഇമാജിൻ ചെയ്യുക. വീടിൻ്റെ ഭംഗി, അതിനകത്തെ മുറികൾ, ഫർണിച്ചറുകൾ, അതെല്ലാം നിങ്ങൾ കാണുക. പക്ഷേ അതിനേക്കാളും പ്രധാനപ്പെട്ടത് ആ വീട്ടിൽ ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ആ ഒരു സന്തോഷം, ആ ഒരു കംഫർട്ട്, ആ ഒരു സമാധാനം നിങ്ങൾ ഇപ്പോൾ തന്നെ ഫീൽ ചെയ്യണം. നിങ്ങളുടെ മനസ്സിൽ ഒരു സിനിമ കാണുന്ന പോലെ ആസ്വദിക്കാൻ പറ്റണം. ആ ഒരു സിനിമയിലെ നടൻ അല്ലെങ്കിൽ നടി നിങ്ങളാണ്. നിങ്ങൾ സ്വപ്നം കാണുന്ന ജീവിതം ഇപ്പോൾ ജീവിക്കുന്നതായിട്ട് ഇമാജിൻ ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ ഒന്നുകൂടി പറയാണ്, ചിലപ്പോൾ നിങ്ങൾ നല്ലൊരു കാര്യം ഇമാജിൻ ചെയ്യും, അത് ഫീൽ ചെയ്യും, പക്ഷെ കുറച്ച് മിനിറ്റത്തേക്ക് പഴയ ചിന്തകളിലേക്ക് വീണ്ടും നിങ്ങൾ തിരിച്ചു പോകും. നിങ്ങളുടെ മനസ്സിലെ പഴയ കഥകളിലേക്ക് വീണ്ടും വീണ്ടും പോകുന്നു. അതുകൊണ്ടാണ് കാര്യങ്ങൾ നടക്കാത്തത്. നെവിൽ ഗോഡാർഡ് പറയുന്നത് കണ്ടിന്യൂസ് ഇമാജിനേഷനെ കുറിച്ചാണ്. അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം ലഭിച്ച ആ ഒരു ഫീലിങ്ങിൽ എത്തുന്നവരെ, ആ ഒരു ഫീലിംഗ് നിങ്ങൾക്ക് നാച്ചുറൽ ആകുന്നത് വരെ കണ്ടിന്യൂസ് ആയിട്ട് ഇമാജിനേഷൻ ചെയ്യുക. അതെങ്ങനെ ചെയ്യാം? അതിലൊന്നാമത്തേത് ശ്രദ്ധ, അതായത് അവയർനെസ്. ദിവസത്തിൽ പലതവണ നിങ്ങളുടെ ചിന്തകളെ ശ്രദ്ധിക്കുക. നിങ്ങൾ നല്ല കാര്യങ്ങളെക്കുറിച്ചാണോ അതോ നെഗറ്റീവായ കാര്യങ്ങളെക്കുറിച്ചാണോ കൂടുതൽ ചിന്തിക്കുന്നത്? എപ്പോൾ നിങ്ങളുടെ മനസ്സിൽ നെഗറ്റീവ് ചിന്തകൾ വരുന്നതായി തോന്നുന്നുവോ അപ്പോൾ തന്നെ അത് ശ്രദ്ധിക്കുക. അതിനെ ജഡ്ജ് ചെയ്യേണ്ട ആവശ്യമില്ല, വെറുതെ ഒബ്സർവ് ചെയ്താൽ മാത്രം മതി. ഇനി രണ്ടാമത്തേത് ഷിഫ്റ്റ്, അതായത് മാറ്റുക. നിങ്ങളുടെ ചിന്തകൾ നെഗറ്റീവ് ആണെന്ന് മനസ്സിലായാൽ ഒരു സെക്കൻഡ് പോസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ട കാര്യം ഇമാജിൻ ചെയ്യുക, അതിൻ്റെ സന്തോഷം ഫീൽ ചെയ്യുക. ഇത് ദിവസത്തിൽ പലതവണ ചെയ്യുക. നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ, ജോലി ചെയ്യുമ്പോൾ, ഉറങ്ങുന്നതിന് മുൻപ്, രാവിലെ എഴുന്നേൽക്കുമ്പോൾ, എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. ഇത് നിങ്ങളുടെ മനസ്സിൻ്റെ ഒരു വർക്കൗട്ട് പോലെയാണ്. ഇനി മൂന്നാമത്തേത് ട്രസ്റ്റാണ്, അതായത് വിശ്വാസം അർപ്പിക്കുക. ഈ പ്രക്രിയയിൽ നിങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുക. ഇതെങ്ങനെ സംഭവിക്കും എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരാവശ്യമില്ല. നിങ്ങൾ ചെയ്ത കാര്യത്തിൽ വിശ്വസിക്കുക. അതുകൊണ്ട് ഇനി നിങ്ങൾ ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യാൻ തീരുമാനിച്ചാൽ അത് നിങ്ങളുടെ ഇമാജിനേഷനിലായിരിക്കണം. നിങ്ങളുടെ ഇമാജിനേഷൻ മാറ്റിയാൽ നിങ്ങളുടെ ജീവിതം മാറും. കാരണം നമ്മൾ വിശ്വസിക്കുന്നത് പോലെയുള്ള ജീവിതമാണ് നമുക്ക് തിരികെ ലഭിക്കുന്നത്.
അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്